പൊന്നാനി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. എന്നാൽ അത് ഇളകാത്ത കോട്ടയല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് UDF. KPC ജനറൽ സെക്രട്ടറി ശ്രീ KP നൗഷാദ് അലി 2 വർഷത്തോളമായി പൊന്നാനിയിൽ സജീവ പ്രവർത്തനത്തിലാണ്. ഇത്തവണ UDFനെ വിജയത്തിലെത്തിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് അദ്ദേഹത്തിന്. മാത്രമല്ല പൊന്നാനി പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകുമെന്ന സൂചനകളുമാണ് വരുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥി നിർണയ അവസാന ഘട്ടത്തിലേക്കാണ്. പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊന്നാനിയിലെ UDFന്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട്? ഞാൻ ഒന്നാമതായിട്ട് നിങ്ങൾ ഈ 2 വർഷമായിട്ട് ഇവിടെ സജീവ പ്രവർത്തനത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ടൊരു വാചകം കൂട്ടിച്ചേർക്കുന്നത്, ഞാനൊരു മിഷൻ 2025 എന്ന ഒരു KPCC പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏൽപ്പിച്ചൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സംഘടനാ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നു. അത്തരത്തിലുള്ളൊരു സജീവതയാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഉള്ള സജീവതയല്ല. അപ്പോൾ അത് കഴിഞ്ഞ ഡിസംബറോടുകൂടി അവസാനിച്ചു. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി എത്തരത്തിലാണ് ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, അതിനാനുപാതികമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനും മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയുടെ അവർ വിലയിരുത്തുന്നതെടുത്ത് UDFന് എത്രമാത്രം പ്രതീക്ഷകളുണ്ട്? ഇവിടെ ഈ ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം അത് എല്ലായിടത്തും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചെങ്ങരംകുളം, മാറഞ്ചേരി 2 ഡിവിഷനുകളും UDF ആണ് വിജയിച്ചത്. അതൊക്കെ ഈ തീർച്ചയായിട്ടും ഒരു UDF അനുകൂല കാറ്റിൻ്റെ ബലം കൂടി ഉപയോഗിച്ചുണ്ടായ മുന്നേറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനി ഇക്കുറി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തവനൂരും അതുപോലെ UDF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ 2 സീറ്റുകളാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ കോൺഗ്രസ്സിനുള്ളത്. ഇവിടെ പൊന്നാനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തുടർച്ചയായിട്ട് CPM MLA-മാരാണ്. ഇവിടെ എമ്പാടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലുണ്ടായി എന്ന് ഇയർമാർക്ക് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യവും ഈ നിയോജക മണ്ഡലത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രാദേശിക വികസന കാര്യങ്ങളിലും പ്രത്യേകിച്ച് തീരദേശ മേഖലയൊക്കെ ജനങ്ങൾ വലിയ നിരാശയിലാണ്. അവിടെ ഒരു കടൽ ഭിത്തി എന്ന ഒരു പ്രവൃത്തിയൊക്കെ നടന്നിട്ട് തന്നെ 15 കൊല്ലത്തോളമായി. തീരദേശമൊക്കെ കടലെടുത്ത് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആളുകൾക്ക് പട്ടയമില്ല, പട്ടയമുള്ള ആളുകൾക്ക് അത് ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല. ഇപ്പോൾ ചില പദ്ധതികൾ പോലും ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതൊന്നും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല, നിലവിലുള്ള അവരുടെ ഒരു ലൈവ്ലിഹുഡിനെ പോലും ദോഷകരമായി ബാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെയൊക്കെ കടന്നു വരവ് എന്നുള്ളതാണ് വലിയ ആരോപണം. അതിനൊന്നും അഭിസംബോധന ചെയ്യാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. അങ്ങനെ സമ്പൂർണ്ണമായൊരു ഒരു ഒരു തകർച്ചയാണ് പൊന്നാനിക്കുള്ളത്. ജനമത് തിരിച്ചറിഞ്ഞു തുടങ്ങിയതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. വികസന മുരടിപ്പ് തന്നെ മുൻനിർത്തിയുള്ള ഒരു പ്രചാരണമാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടാവുക അല്ലേ? അല്ല, അത് പറയാറായിട്ടില്ല. കാരണം ഒരു പാർട്ടി തീരുമാനമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഭാഷ്യത്തിലൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അത് പാർട്ടി തീരുമാനിക്കുന്നതിന് ആനുപാതികമായിട്ട് നമുക്ക് വിശദമായിട്ട് പറയാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയും തവനൂരും കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാവും, അവിടെ UDF വിജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗും വളരെ സജ്ജമാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണഫലം ഇവിടെ ഉണ്ടാവും. ഈ കോൺഗ്രസിന് എപ്പോഴും എല്ലാ തവണയും മണ്ഡലങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകുന്നത് അടിയൊഴുക്കുകളെ കുറിച്ചാണ് പറയാറുള്ളത്. നമ്മുടെ അങ്ങനെ ഒരു അടിയൊഴുക്ക് പൊന്നാനി ഉണ്ടാകുമോ? അടിയൊഴുക്കുകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ആ അടിയൊഴുക്ക് UDFന് അനുകൂലമാണ്. അപ്പോൾ അടിയൊഴുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉപരിതലവും ഈ പടിഞ്ഞാറൻ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണെങ്കിലും ഇവിടെ ആര് നിന്നാലും വിജയിക്കുന്നതിൻ്റെ പ്രതീക്ഷ തന്നെയാണുള്ളത് UDFൻ്റേതായിട്ട്. അതിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം പൊന്നാനിയിൽ ഉണ്ടാവും, അതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ പഞ്ചായത്തുകളൊക്കെ UDF ജയിച്ചിട്ടുള്ളത്, അതിൽ 4 പഞ്ചായത്തിൽ 3 പഞ്ചായത്തും 3-2 ഭൂരിപക്ഷത്തോടെ എന്ന് പറയാവുന്ന നിലയിലാണ്. മുനിസിപ്പാലിറ്റിയിൽ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയിട്ടുണ്ട്. മാറഞ്ചേരി പഞ്ചായത്തിൽ മാത്രമാണ് പിന്നെ 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ പോയത്. വെളിയങ്കോടും ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഭരണം നഷ്ടമായത്. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനൽ കളിക്കുന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് അതിനെ സമീപിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് UDF. പാർട്ടി പ്രഖ്യാപനം വൈകില്ല എന്ന് തന്നെ വിചാരിക്കാം അല്ലേ?
അത് ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കായിരിക്കും. നമ്മളെ പാർട്ടി ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കുമല്ലോ. അപ്പോൾ അത് വൈകുക, നേരത്തെ ആവുക എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് UDF ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ കൂടി മുൻനിർത്തി അവകാശപ്പെടുമ്പോൾ UDFന് ഇക്കുറി വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പൊന്നാനിയിൽ ഉള്ളത്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.